ये कौन है भाई? इतनी रात गई, ये क्या मुसीबत है? രാജേന്ദ്ര പകല് പുറത്തിറങ്ങി നടക്കാറായിട്ടില്ലല്ലോ ബോംബെയില്, അതുകൊണ്ടായി പാതിരാത്രിക്ക്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഫാദറിന്റെ റിയാക്ഷൻ? അനുഭവിച്ചൊക്കെ ഞാനല്ലേ. നിന്നോടുള്ള അരിശം കൊണ്ട് അയാൾ എനിക്ക് ലീവ് പോലും തന്നില്ല. കൊറേയൊക്കെ ഞാനും അറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് അന്തരീക്ഷം? ശാന്തമായിട്ടൊന്നുമില്ല. നിന്നെ കയ്യിൽ കിട്ടിയാലും ചേട്ട് വെറുതെ വിടാനും പോകുന്നില്ല. കുറച്ചുകൂടി ശക്തി സംഭരിച്ചിട്ട് വേണം മോളെയും കൂട്ടി അയാളുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ. ഇപ്പൊ പന്ത് എന്റെ കോർട്ടില്ല. മാരേജ് രജിസ്റ്റർ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റും പോക്കറ്റിലിട്ടുണ്ടാ ഞാൻ നടക്കുന്നത്. അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ എവിടെയാ? തൽക്കാലം സേട്ടുവിന്റെ കണ്ണിപ്പെടാത്ത ഒരു സ്ഥലത്ത്, പൂനെക്കടുത്ത. ഇതാ എന്റെ അഡ്രസ്. നീ മാത്രം അറിഞ്ഞാ മതി. സേട്ടുവിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നീക്കമുണ്ടായാൽ നീ എന്നെ അറിയിക്കണം. പിന്നെ നിന്നെ ഞാൻ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. മനഃപൂർവ്വം അല്ല വിഷ്ണു. ഇപ്പൊ ഞാൻ കുറെ സൗകര്യത്തിലാ. നിന്റെ കാശ് ഞാൻ കുറേശ്ശെ തന്നു തീർത്തോളാം. എന്നെ പറ്റി പറയണ തിരക്കില് നിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ മറന്നു. എവിടാ നിന്റെ കെട്ടിയോള്? എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണമൊക്കെ? കല്യാണമൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ആൺകളെ ഇക്കരെയും പെൺകളെ അക്കരയായിട്ട് കഴിഞ്ഞുകൂടുക. ഫേറ്റ്. അതെന്ത് പറ്റി? അവളെ ഇവിടെ കൊണ്ടു താമസിപ്പിക്കാൻ പറ്റുമോ? ഒരു വീടിന് വേണ്ടിയുള്ള അലച്ചില്ല. അത് കൊള്ളാം. ഒറ്റക്കട്ടിലിൽ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവന്റെ വാരിയിൽ ചവിട്ടി ഒടിച്ചിട്ട് അറം പറ്റിയല്ലോടാ വിഷ്ണു. डरने के लिए कुछ भी नहीं. पहले दिया ना वो दवाइयाँ, वो दे दीजिए, ठीक हो जाएगा. थैंक यू. സിന്ധു എന്ത് പറ്റി? ഇന്നലെ രാത്രി ശ്വാസമുട്ടൽ കുറച്ച് കൂടി. രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല കുട്ടി. ഡോക്ടർ എന്ത് പറഞ്ഞു? എപ്പോഴും പറയാറുള്ളത് തന്നെ, പൊല്യൂട്ടഡ് എയർ കൊണ്ടുണ്ടാകുന്ന അലർജി. ഇവിടത്തെ ഈ പുകയും പൊടിയൊക്കെ ശ്വസിച്ചിട്ടാ. ഇതൊന്നും ഇല്ലാത്ത ഏത് സ്ഥലം ഉണ്ടോ ഈ നഗരത്തില്? മോളുടെ ആരോഗ്യത്തിന് വേണ്ടി ഇവിടത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് കുളു താഴ്വരെ ചെന്ന് താമസിക്കാൻ പറ്റുമോ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക്? ഇടയ്ക്ക് തോന്നും ഇതൊക്കെ ഇട്ടെറിഞ്ഞ് നാട്ടിൽ പോയാലോന്ന്. എന്നിട്ട് എന്ത് ചെയ്യാനാ? ഒരു വർഷത്തെ സർവീസും കൂടെ ബാക്കിയുള്ളൂ. അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. വളരെ കുറച്ചേ ഉള്ളൂ മോഹം. വിഷ്ണു അരുന്നതി എവിടെ കണ്ടില്ലല്ലോ? ഓഫീസിൽ നേരെ ഇങ്ങോട്ട് വരും. അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്നുള്ള പ്രോഗ്രാം ആണല്ലേ? ഞാൻ ആ ഹോസ്റ്റലിൽ പോക്ക് നിർത്തിയേച്ചി. ശരിയാവില്ല. ആ തള്ള മാറ്റണം സഹിക്കാൻ വലിയ പാടാ. കഷ്ടം തന്നെയാ നിങ്ങളുടെ കാര്യം. കരിമ്പായി എന്താ പറഞ്ഞത്? കാണുമ്പോ ഉടനെ ശരിയാവുന്ന പറയും. അല്ലാതെ തന്നെ ഞാനും എന്റെ വഴിക്ക് ശ്രമിക്കുന്നുണ്ടോ. ഇങ്ങനെ കുറെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ നമ്മുടെ നാടിന്റെ വില അറിയണത്. ദാ അരുന്നതി വരുന്നുണ്ടല്ലോ. ഞങ്ങളൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. അതാ നല്ലത്. ഇവിടെ നിന്നാ ഇവരുടെ ലാത്തിയും കൂടി സഹിക്കേണ്ടി വരും. മേട്ടനേക്കാളും ഒട്ടും മോശമല്ല ഇവളും ആ കാര്യത്തില്. പാവങ്ങള് ലാവ തഴിച്ചുവിട്ട കോഴികളെ പോലെ നടക്കുക. ഒരു രാത്രി ഇവിടെ താമസിക്കട്ടെന്ന് വെച്ചാ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലല്ലോ.